ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ കുട്ടാപ്പിയുടെ ബർത്ത്ഡേ ആണ് കേട്ടോ ഇന്ന്. അവന് 2 വയസ്സ് തികയാണ് കേട്ടോ. 30-ാം തീയതി ആയിരുന്നു ബർത്ത്ഡേ. ഞാൻ വീഡിയോ വരുന്നത് 31-ാം തീയതിയാണ് കേട്ടോ. ഫസ്റ്റത്തെ ബർത്ത്ഡേ നമ്മുടെ ചേട്ടനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അടിച്ച് പൊളിച്ച് ആഘോഷിച്ചായിരുന്നു കേട്ടോ. അന്ന് നമ്മൾ ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പോൾ കുറച്ചായിട്ടുള്ളൊരു ചാനൽ തുടങ്ങിയിട്ട്. അപ്പോൾ ഇപ്പോൾ 2ാമത്തെ ബർത്ത്ഡേ ഉണ്ട്. ചേട്ടനൊന്നുമില്ല. അതായത് വലിയ ആഘോഷമൊന്നുമില്ല. നമ്മുടെ അപ്പച്ചനും അമ്മച്ചിയും അങ്ങനെ മാത്രമുള്ള കേട്ടോ ആഘോഷം. ഇതെൻ്റെ അപ്പച്ചനാണ് കേട്ടോ. പിന്നെ എൻ്റെ വീട്ടിൽ നിന്ന് അപ്പച്ചൻ മാത്രം വന്നിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അമ്മയും മാങ്ങളും വന്നിട്ടില്ല കേട്ടോ. അവന് കുഞ്ഞൊരു ആക്സിഡൻറ്റ് പറ്റി. അത് കാരണം ഇപ്പോൾ പറ്റിയിട്ട് ഒരാഴ്ച കഴിഞ്ഞു. എന്നാലും അവന് വരാൻ പറ്റിയില്ല. അത് തന്നെ അമ്മയും വന്നില്ല കേട്ടോ. അപ്പോൾ അതേ നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ പോകാൻ കേട്ടോ. അപ്പോൾ അതേ അപ്പച്ചൻ മെഴുകുതിരിയൊക്കെ കത്തിച്ചു വിട്ടു. നമ്മുടെ 2 വയസ്സിൻ്റെ മെഴുകുതിരിയൊക്കെ കത്തിച്ച് വെച്ചു വിട്ടു. അപ്പോൾ തുമ്പിയും കൂടി നിൽക്കുന്നുണ്ട് കേട്ടോ ആങ്ങളുടെ അടുത്ത് കേക്ക് മുറിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതേ കേക്കൊക്കെ മുറിക്കാൻ വേണ്ടി അവൻ ഇടയ്ക്കിടയ്ക്ക് അതിൽ നിന്ന് ഓരോ കഷ്ണമൊക്കെ തോണ്ടി തിന്നണമൊക്കെ ഉണ്ട്. എന്നിട്ട് കേക്ക് മുറിക്കാൻ പറഞ്ഞു. മെഴുകുതിരി ഊതാൻ പറഞ്ഞപ്പോൾ ആശാന് മെഴുകുതിരി ഊതാൻ പറ്റുന്നില്ല കേട്ടോ. അങ്ങനെ സൈഡിൽ നിന്ന് ഞാനൊന്ന് മെഴുകുതിരി ഊതി കൊടുത്തായിരുന്നു. അപ്പോൾ അതേ മെഴുകുതിരി കെട്ടായിരുന്നു കേട്ടോ. അവനോട് മെഴുകുതിരി ഊതാനാണ് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ കേക്ക് മുറിക്കേണ്ട തിരക്കിലാണ് കേട്ടോ. അപ്പോൾ ഇതേ ഹാപ്പി ബർത്ത്ഡേ എവറോൺ എന്നാണ് അവൻ്റെ പേര്. കുട്ടാപ്പിന്ന് വിളിച്ചിട്ട് പേരൊക്കെ എല്ലാവരും മറന്നു പോകാൻ കേട്ടോ. അപ്പോൾ ഇതേ അങ്ങനെ കേക്ക് കട്ട് ചെയ്യാൻ പോവാണ്. കുറച്ച് ബലൂണും കുറച്ച് ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ അങ്ങനെ കേക്കൊക്കെ മുറിക്കാൻ പോകണ്ട. മെഴുകുതിരിയൊക്കെ ഊതിയായിരുന്നു. അതിന് 2 പേരും കൂടി കേക്ക് മുറിക്കാൻ കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടാണ് കേട്ടോ പാൻറ്റ് ഇടുന്നത്. അപ്പോൾ പാൻറ്റ് ഇട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ അവൻ ഇടയ്ക്കിടയ്ക്ക് പാൻറ്റ് ഊരി പോവോ എന്നുള്ള പേടിയുണ്ട്. ബെൽറ്റൊക്കെ ഇട്ട് നല്ല ടൈറ്റിലിട്ടേ കൊടുത്തേക്കാണ് കേട്ടോ. എന്നിട്ട് പാൻറ്റ് ഊരി പോകുന്നുള്ള പേടി കേട്ടോ. അങ്ങനെ ഇത് ആങ്ങളും പെങ്ങളും കൂടി കേക്കൊക്കെ മുറിച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാനൊന്ന് ചെന്നായിരുന്നു. അത് വായിൽ വെച്ച് കൊടുക്കണ്ടേ. അപ്പോൾ ഞാൻ ചെന്ന് കേക്കൊക്കെ കട്ട് ചെയ്ത് അവരുടെ വായിലൊക്കെ വെച്ച് കൊടുക്കണ്ട. അവനാണെങ്കിൽ കേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. തുമ്പിക്കായാലും കുട്ടാപ്പിക്കായാലും കേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ കേക്ക് മുറിച്ച് ഇത് 2 പേരുടെ വായിൽ ഞാൻ വെച്ച് കൊടുത്തു. ചേട്ടൻ അതിൻ്റെ ഇടയിൽ വീഡിയോ കോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ വീഡിയോ ഇടാൻ മറന്നു പോവല്ല. അത് അപ്പച്ചൻ്റെ ഫോണിലായിരുന്നു. അത് കാരണം അത് കിട്ടിയില്ല. അപ്പോഴേ ഞാനത് വിട്ടിട്ടില്ല കേട്ടോ. അപ്പോഴേ ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെച്ച് കൊടുക്കാനായിട്ടാ. കുട്ടാപ്പിക്കാണെങ്കിൽ ഇതൊക്കെ കിടക്കണ കഴിയുമ്പോൾ ഭയങ്കര സന്തോഷമായിട്ടാ. ഞങ്ങൾ കുറേ ദിവസം മുന്നേ തുടങ്ങി മോൻ്റെ ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞോണ്ടായി. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഹാപ്പി ബർത്ത്ഡേയുടെ പാട്ടൊക്കെ പാടിക്കൊണ്ട് നടക്കായിരുന്നു കേട്ടോ. അവനാണെങ്കിൽ ഭയങ്കര സന്തോഷമായി. ബലൂണൊക്കെ കെട്ടലോ ഒക്കെ ആയിരുന്നു കേട്ടോ. അതന്നെ വീർപ്പിക്കലൊക്കെ ആയിട്ട് ഭയങ്കര ആകഷ്ടമായി. തുമ്പിക്ക് കേക്ക് വെച്ച് കൊടുക്കാൻ പറഞ്ഞപ്പോൾ അവർ കുഞ്ഞ് കഷ്ണം വെച്ച് കൊടുത്തു. അപ്പോൾ ഞാനത് മുഴുവൻ വെച്ച് കൊടുക്കാൻ പറഞ്ഞപ്പോൾ മുഴുവൻ കഷ്ണം വെച്ച് കൊടുത്തു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കേക്ക് എല്ലാവർക്കിടെ വായയിൽ വെച്ച് കൊടുക്കാനായിട്ട് എല്ലാവരുടെ വായയിൽ വെച്ച് കൊടുക്കണതിൻ്റെ ഇടയിൽ കുറേശ്ശെ അവരും തിന്നുന്നുണ്ട് കേട്ടോ. വല്ല പനിയൊക്കെ ആയിരുന്നു ഞങ്ങൾക്ക് കുറച്ച് ദിവസമായിട്ട്. ബർത്ത്ഡേ ഇങ്ങനെ ആഘോഷിക്കാൻ പറ്റുമോ എന്നുള്ള ഇതിലായിരുന്നു ഞങ്ങൾ. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുമോ എന്നുള്ള രീതിയിലായിരുന്നു ഞങ്ങൾ. എൻ്റെ ഇടയിൽ മരുന്നൊക്കെ കഴിച്ച് ഞങ്ങളുടെ പനിയൊക്കെ ഒന്ന് മാറിയായിരുന്നു കേട്ടോ. എൻ്റെ ഇടയിലാണ് കേക്ക് ഇത് ഇങ്ങനെ തിന്നുകൊണ്ട് നിൽക്കണം കേട്ടോ. അപ്പോൾ ആ പാപ്പന് കേക്ക് വായിൽ വെച്ച് കൊടുക്കാൻ വേണ്ടത് ആ പാപ്പൻ വരാനിട്ട് കേക്ക് വായിൽ വെച്ച് കൊടുക്കാൻ. ഇതാണ് കേട്ടോ ഇവിടെ ചേട്ടൻ്റെ അപ്പച്ചൻ. അപ്പോൾ ആ പാപ്പൻ്റെ വായിൽ കേക്ക് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ അപ്പാപ്പന് കേക്ക് വെച്ച് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് അമ്മാമ്മയ്ക്ക് കേക്ക് കൊടുക്കാമെന്ന് പറയേണ്ടത് ഈ അമ്മാമ്മ കേക്ക് കൊടുക്കാൻ വേണ്ടി വന്നേക്കാണ് കേട്ടോ. അപ്പോൾ ഈ അമ്മാമ്മയുടെ വായിലും കേക്ക് വെച്ച് കൊടുത്തു. അപ്പോൾ അമ്മാമ്മ എന്ത് ചെയ്തു, കുട്ടാപ്പിക്കും തുമ്പിക്കും ഓരോ കഷ്ണം കേക്ക് കൊടുത്തു കേട്ടോ. അപ്പോൾ അത് ഭയങ്കര സന്തോഷമായി. ആർക്ക് കേക്ക് കൊടുത്താലും എനിക്കും കേക്ക് കിട്ടണം കണ്ടാവും. അതേ കൈ നോക്കി തുടങ്ങി കേക്ക് കഴിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ അപ്പോൾ അമ്മാമ്മ അവൻ്റെ വായിൽ കേക്ക് വെച്ച് കൊടുക്കാനായിട്ടാ. എൻ്റെ മോന് ഭയങ്കര സന്തോഷമായി. ഇങ്ങനെ കേക്കൊക്കെ മുറിച്ച് മിഠായിയും പായസമൊക്കെ കണ്ടു കഴിയുമ്പോൾ അതിൻ്റെ ഇടയിൽ മിഠായിയൊക്കെ അവൻ തന്നെ പറക്കി തിന്നായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ വേണ്ടാന്ന് വെച്ചു. എൻ്റെ അപ്പച്ചൻ്റെ കേക്ക് കൊടുക്കണതാണ് കേട്ടോ. അപ്പോൾ അപ്പച്ചൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കണ കാരണം അപ്പച്ചൻ്റെ കേക്ക് കൊടുക്കേണ്ടത് വീഡിയോയിൽ പെട്ടില്ല കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ സെപ്പറേറ്റ് അപ്പച്ചന് കേക്ക് കൊടുത്തായിരുന്നു കേട്ടോ. അതിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി കേക്ക് തരില്ല എന്ന് പറയാനായിട്ട്. അപ്പോൾ എനിക്കും വേണം കേക്ക് എന്ന് പറഞ്ഞിട്ട് അതിൽ നിന്ന് 1-2 കഷ്ണം എടുത്ത് തിന്നാൻ കേട്ടോ. അപ്പോൾ തുമ്പിയും തിന്നാൻ കേട്ടോ. തുമ്പിക്കാണെങ്കിൽ കേക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടം. ചോറ് തിന്നില്ലെങ്കിൽ അവൾ കേക്ക് തിന്നോളൂ. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ 2 പേരും കേക്ക് വേഗം വരി തിന്നുണ്ട്. അത് ഞാൻ പിടിച്ചെടുത്തുകൊണ്ട് പോയിട്ട് തുമ്മീനെ കുട്ടാപ്പീനെ എടുത്തുകൊണ്ട് പോയിട്ടാണ്. ഞാൻ തുമ്മീനെ ഇറക്കി കൈയൊക്കെ കഴിച്ചായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ അപ്പച്ചന് കേക്ക് കൊടുക്കണത് കിട്ടിയില്ല എന്ന്. അപ്പോൾ അപ്പച്ചന് കേക്ക് കൊടുക്കാൻ വേണ്ടി നിൽക്കാനായിട്ടാ. അപ്പോൾ കുട്ടാപ്പിക്ക് അപ്പച്ചൻ കേക്ക് വായിൽ വെച്ച് കൊടുത്തു. അതിൽ നിന്ന് ഒരു കുഞ്ഞു കഷ്ണം എടുത്തിട്ട് അവൻ്റെ വായിലും തുമ്പിയുടെ വായിലും വെച്ച് കൊടുത്തു കേട്ടോ. കേക്ക് ഇങ്ങനെ എല്ലാവരും കൊടുത്തു കഴിയുമ്പോൾ അവർ ഭയങ്കര സന്തോഷം. ഞാൻ ഈ മേച്ചിനുള്ള തൊപ്പി അന്വേഷിച്ച് നടക്കായിരുന്നു. ഈ മേച്ചിനുള്ള തൊപ്പി കിട്ടാനുണ്ടായിരുന്നില്ല. 2-3 കടയിൽ കയറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മേച്ചിനുള്ള തൊപ്പി കിട്ടിയിരുന്നത്. ഞാൻ ഈ മാമ്പഴ മഞ്ഞ കളർ അന്വേഷിച്ച് നടക്കായിരുന്നു. അപ്പോൾ പായസം ഉണ്ടായിട്ട് പായസം എന്ന് പറഞ്ഞാൽ നമുക്ക് പാലടയാണ് ഉണ്ടാക്കിയത്. വേഗം ഉണ്ടാക്കി. കാരണം നമുക്ക് ടേസ്റ്റ് ഉണ്ടോയെന്ന് പോലും ഞാൻ നോക്കിയിട്ടില്ല കേട്ടോ. അതേ പിള്ളേർക്ക് പാലട കൊടുത്തു. കുട്ടാപ്പിക്ക് ഭയങ്കര ഇഷ്ടമാണ് പാലട. അപ്പോൾ അവനും പാലട കൊടുത്തായിരുന്നു. അമ്മച്ചി പാലട കൊടുത്തായിരുന്നു. അങ്ങനെ വീണ്ടും അങ്ങോട്ടും
ഇങ്ങോട്ടൊക്കെ കേക്ക് വെച്ച് കൊടുക്കട്ടെ കുട്ടാപ്പിക്ക്. എനിക്ക് ഭയങ്കര സന്തോഷമായി, കേക്കാണല്ലോ. അങ്ങനെ നമ്മളിതേ അവനിതേ പായസം വീണ്ടും വേണമെന്ന് പറഞ്ഞിട്ട് അപ്പച്ചൻ കൊടുക്കാനായിട്ട്. അപ്പം അവന് ഇങ്ങനെ കൊടുത്താൽ പോലെ ഗ്ലാസ്സോടെ കൂടി കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ചില്ല് ഗ്ലാസ്സാണല്ലോ. അപ്പോൾ അത് കാരണം ഞാൻ അപ്പച്ചൻ കൊടുത്തില്ല കേട്ടോ. അപ്പം അമ്മ തരുമെന്ന് പറഞ്ഞിട്ട് ഗ്ലാസ് നീക്കി വെച്ചു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയിട്ട്, ഫുഡെന്ന് പറയാം ചോറുണ്ട്, ക്യാരറ്റ് ഉപ്പേരിയുണ്ട്, ചിക്കൻ കറിയുണ്ട്, സാലഡ് എന്ന് പറഞ്ഞാൽ സല്ലാസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഫുഡ് കഴിക്കുക. അവനപ്പോഴേക്കും പാൻറ്റ് കൂരി ഇട്ടൂടെ ഇരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ ഒരു ട്രൗസർ എടുത്ത് ഇടിച്ചു. ഞങ്ങളുടെ സ്ഥാനം എപ്പോഴും മേശയുടെ മുകളിലാണ് കേട്ടോ. താഴെ ഇരുന്ന് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് 2-3 കസാര ഇട്ടാൽ എത്തില്ല. അപ്പം അത് കാരണം ഞങ്ങൾ എപ്പോഴും ഫുഡ് കഴിക്കാതിരിക്കുന്നത് മുകളിലാണ് കേട്ടോ. അപ്പോൾ കുട്ടാപ്പിയുടെ മുടി വെട്ടിയത് എല്ലാവർക്കും ഇഷ്ടമായ. ഞാൻ ആദ്യമായിട്ടാണ്ട് ഇങ്ങനെ മുടി വെട്ടിയത്, സമ്മതിക്കൊന്നുമില്ല മുടി വെട്ടാൻ. അങ്ങനെ ബ്യൂട്ടി പാർലറിൽ കൊണ്ടുപോയിട്ട് മുടിയൊക്കെ വെട്ടി കൊണ്ട് വന്നേക്കാട്ടെ. അവന് മറ്റേ സലൂണിൽ പോകുമ്പോൾ അവന് ഭയങ്കര പേടി അവിടെ ഉള്ളവരെ കാണും. അപ്പം ഞാൻ നമ്മൾ ത്രെഡ് ചെയ്യണം ബ്യൂട്ടി പാർലർ ഉണ്ടല്ലോ, അവിടെ കൊണ്ടുപോയിട്ടാണ് മുടി വെട്ടിക്കണത്. അപ്പോൾ തുമ്പിടി മുടി വെട്ടിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ ചിക്കനൊക്കെ ഇട്ട് കൊടുത്തിട്ട് കുട്ടാപ്പിക്ക് ഒരു കഷ്ണം അങ്ങനെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെ തിന്നില്ല, നമ്മളതൊരു ഭംഗിക്ക് വേണ്ടി ഇട്ട് കൊടുത്തതാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെറുതാക്കി നമ്മൾ കുഞ്ഞു കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ എല്ലാവരും ഫുഡ് കഴിക്കാനിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ചിക്കൻ ഉണ്ട്, അതേമാതിരി തന്നെ ക്യാരറ്റ് ഉപ്പേരി ഉണ്ട്, സർലാസ് ഉണ്ട്. അമ്മ എല്ലാവർക്കും ചോറ് വിളമ്പി കൊടുക്കാണ്ട്. അതിൻ്റെ ഇടയിൽ അവിടെ TV വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ TV കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ TV ഓഫ് ചെയ്യുമെന്ന് വെച്ചു, പിന്നെ മറന്നു. അപ്പം പിന്നെ അങ്ങനെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചത്. ഇതാണ് എൻ്റെ ചോറ്. അപ്പോൾ എല്ലാവരും ചോറ് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ആഘോഷം, ഇന്നത്തെ ബർത്ത്ഡേയുടെ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ചാനലില്ലാതെ തന്നെ ഒരു കുഞ്ഞ് വിഷമമൊക്കെ ഉണ്ട് കേട്ടോ. എന്നാലും വീഡിയോ കോൾ ചെയ്ത് കഴിയുമ്പോൾ ഭയങ്കര സന്തോഷമായി. എന്നാലും പിന്നെ വെള്ളിയാഴ്ച ആയ കാരണം കുറച്ച് സമയം കൂടുതൽ കിട്ടുമായിരുന്നു ബ്രേക്കായിട്ട്. അപ്പോൾ ആ സമയത്താണ്ട് നമ്മൾ കേക്ക് മുറിച്ചേണ്ട സമയം നോക്കിയിട്ടാണ് നമ്മൾ കേക്ക് മുറിച്ച്. ചോറിനാനൊക്കെ കുറച്ച് വൈകിയായിരുന്നു കേട്ടോ. എന്നാലും നമ്മുടെ ബർത്ത്ഡേ നമ്മൾ അടിച്ച് പൊളിച്ച് ആഘോഷിച്ചു കേട്ടോ.